നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് പെസഹ വ്യാഴം. ദുഃഖവെള്ളി ഇനി പുലരാൻ നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയാൻ കത്തോലിക്ക ബാവ കോട്ടയം പമ്പാടി ദയറായിൽ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു എന്ന വാർത്തകൾ മലയാളികൾ കേൾക്കുമ്പോൾ, എന്നാൽ അന്ത്യ അത്താഴ ദിവസം ലോകത്ത് മറ്റൊരു ഭാഗത്ത് എല്ലാവരും അവരുടെ അന്ത്യനിമിഷങ്ങൾ കൺമുന്നിൽ കണ്ട കാഴ്ച അല്ലെങ്കിൽ കൺമുന്നിൽ കണ്ട ആ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. ക്രിസ്തുദേവൻ കുരിശുമരണത്തിന് മുമ്പ് 12 ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത്. അന്ത്യ അത്താഴവേളയിൽ അപ്പവും വീഞ്ഞും പകുത്തു നൽകി യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് ഇന്ന്. പക്ഷേ ഇന്ന് ആ നല്ലൊരു ദിവസത്തിൽ നമ്മൾ കേൾക്കുന്നത് ഇന്തോനേഷ്യയിൽ നിന്നും വരുന്നത് അത്ര ശുഭകരമായ വാർത്തയല്ല. ഇന്തോനേഷ്യയിൽ മൊലൂക്ക കടലിൽ അതിശക്തമായ ഭൂചലനം ഉണ്ടായിരിക്കുകയാണ്. അതും ഭൂചലനത്തിന്റെ റിക്ടർ സ്കെയിലുകളിൽ രേഖപ്പെടുത്താവുന്ന ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അളവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. ഇന്ന് രാവിലെ 6:42 കൂടിയാണ് റിക്ടർ സ്കെയിലിൽ 7.40 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ഭൂകമ്പത്തെ തുടർന്ന് ഇന്തോനേഷ്യയ്ക്ക് പുറമെ ഫിലിപ്പീൻസ്, മലേഷ്യ എന്നീ അയൽ രാജ്യങ്ങളിലും സുനാമി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യ സംബന്ധിച്ച് ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങിയ സാഹചര്യത്തിലൊക്കെ തന്നെ അവിടെ ഈ എണ്ണയ്ക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ക്ഷാമം തുടങ്ങാനുള്ള സാധ്യത തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരെയും വർക്ക് അറ്റ് ഹോം അടക്കമുള്ളവ സംവിധാനം അടക്കം നടപ്പിലാക്കി ഇന്തോനേഷ്യ യുദ്ധത്തെ നേരിടാനൊക്കെ തന്നെ തയ്യാറാകുന്ന അല്ലെങ്കിൽ ഒരു എക്കണോമിക്കലി സജ്ജമാകുന്ന സാഹചര്യത്തിലാണ് ഇന്തോനേഷ്യയെ പൂർണ്ണമായി തച്ചുടച്ചുകൊണ്ടുള്ള ഈ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു എർത്ത് ക്വേക്ക് അവിടെ ഉണ്ടാകുന്നത്, ഭൂചലനം അവിടെ ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാവുകയാണ്. സമുദ്രത്തിനടിയിൽ ഉണ്ടായ ഈ ശക്തമായ ചലനം പസഫിക് മേഖലയിലെ തീരദേശവാസികളെ വലിയ രീതിയിലാണ് പരിഭ്രാന്തരാക്കിയിട്ടുള്ളത്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഉത്തര മലൂക്കു പ്രവിശ്യയിലെ പ്രധാന നഗരമായ ടെർണറ്റിന്റെ ഏകദേശം 127 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി കടലിനടിയിൽ 35 കിലോമീറ്റർ ആഴത്തിലാണ്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഭൂചലനത്തിന്റെ തീവ്രത 7.8 ആയിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത് എങ്കിലും പിന്നീട് ഇത് 7.4 പുതുക്കി നിശ്ചയിക്കുകയായിരുന്നു. പ്രഭവ കേന്ദ്രത്തിന് 1000 കിലോമീറ്റർ ചുറ്റളവിൽ അപകടകരമായ സുനാമി തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്ന് പസഫിക് സുനാമി വാർണിംഗ് സെന്റർ മുന്നറിയിപ്പ് നൽകി. നിലവിൽ ഇന്ത്യൻ തീരപ്രദേശങ്ങൾക്ക് മുന്നറിയിപ്പ് ഇല്ല. എന്തായാലും ഇന്ത്യൻ തീരപ്രദേശങ്ങൾക്ക് മുന്നറിയിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ആശ്വാസമാണ്. പക്ഷെ നമുക്കറിയാം പ്രകൃതിയുടെ വികൃതികളും ഒക്കെ ആണ്. അതുകൊണ്ട് ഏത് നിമിഷവും ഈ ഒരു മുന്നറിയിപ്പുകൾ മാറി മറയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു മുന്നറിയിപ്പ് മാറി മറഞ്ഞാൽ തന്നെ കൃത്യമായുള്ള അറിയിപ്പുകൾ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും സുനാമി മുന്നറിയിപ്പും തീരദേശ അവസ്ഥയും ഭൂചലനത്തിന് പിന്നാലെ ഇന്തോനേഷ്യയിലെ ബിറ്റിംഗ്, വെസ്റ്റ് ഹർമഹേരി തുടങ്ങിയ തീരപ്രദേശങ്ങളിൽ ചെറിയ തോതിൽ സമുദ്രനിരപ്പ് ഉയർന്നതായാണ്, അതായത് ചെറിയ തോതിൽ സമുദ്രനിരപ്പ് ഉയർന്നതായി റിപ്പോർട്ടുകൾ പറയപ്പെടുന്നുണ്ട്. ഇവിടെ ഏകദേശം 20 മുതൽ 30 സെന്റിമീറ്റർ വരെയുള്ള ഉയരത്തിലുള്ള തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറി. നോർത്ത് സുലവേസിയിലെ ബിറ്റിംഗ് നഗരത്തിൽ അതിശക്തമായ കുലുക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജനങ്ങൾ വീടുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടി. തീരദേശവാസികൾ എത്രയും വേഗം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ സേന നിർദ്ദേശം നൽകി. നാശനഷ്ടങ്ങളും ആശങ്കയും ഭൂചലനത്തിന്റെ ആഘാതത്തിൽ വടക്കൻ സമുദ്രാതിർത്തിയിലെ സമീപ ദ്വീപുകളിലെയും ചില കെട്ടിടങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വിള്ളലുകളും കേടുപാടുകളും സംഭവിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ നിലവിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു മരണം പക്ഷേ അപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരമുണ്ട്. എന്തായാലും നഗരത്തിലുടനീളം ഭീതി ജനകമാണ്. ജനങ്ങളൊക്കെ തന്നെ അവിടെ വിട്ട് ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മലേഷ്യയിലെയും ഫിലിപ്പീൻസിലെയും തീരദേശങ്ങളിൽ അധികൃതർ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമുദ്രനിരപ്പിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്നും അടുത്ത കുറച്ചു മണിക്കൂറുകൾ കൂടി നിർണായകമാണെന്നും പസഫിക് സുനാമി വാർണിംഗ് സെന്റർ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങൾ നടക്കുന്ന റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ് ഇന്തോനേഷ്യയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ ഇവിടെ പതിവാണ്. അതേസമയം ഇന്തോനേഷ്യയിലെ മൊളൂക്ക കടലിടുക്കിൽ നിലവിൽ സാധാരണ നിലയിലേക്ക് സ്ഥിതിഗതികൾ മാറിയിട്ടില്ല എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇന്ന് രാവിലെ 6:48 കൂടിയാണ് ഈ ഒരു സുനാമി തിരകൾ അവിടെ ഉണ്ടായത്.
വടക്കൻ സുലേവേസിലെ മിനഹാസയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് 70 വയസ്സുള്ള ഒരു സ്ത്രീ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മനാഗോ നഗരത്തിലെ സ്പോർട്സ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള നിരവധി കെട്ടിടങ്ങൾ തകരുകയും വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിലൂടെ ജനങ്ങൾ പ്രാണരക്ഷാർത്ഥം ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പലയിടങ്ങളിലും വൈദ്യുത വാർത്താ വിനിമയ ബന്ധങ്ങൾ തകരാറിലായി. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും 1000 കിലോമീറ്റർ ചുറ്റളവിൽ സുനാമി തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് US ജിയോളജിക്കൽ സർവേ നൽകുന്ന മുന്നറിയിപ്പ്. ഇന്തോനേഷ്യ കൂടാതെ ജപ്പാൻ തീരങ്ങളിലും നേരിയ തോതിൽ കടൽ നിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശങ്ങളിൽ താമസിക്കുന്നവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശിച്ചു. പ്രധാന ഭൂചലനത്തിന് പിന്നാലെ 5.5, 5.2 തീവ്രത രേഖപ്പെടുത്തിയ 2 ശക്തമായ തുടർചലനങ്ങളും അനുഭവപ്പെട്ടു. ഇനിയും തുടർചലനങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ജിയോളജിക്കൽ ഏജൻസി അറിയിച്ചു. 2 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ടെർനേറ്റ നഗരത്തിൽ 120 കിലോമീറ്റർ അകലെയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാശനഷ്ടങ്ങളുടെ പൂർണ്ണ രൂപം ഇനിയും ലഭ്യമായിട്ടില്ല. എന്തായാലും നമുക്കറിയാം, നിലവിലെ ഒരു സാഹചര്യത്തിൽ വളരെ വേദനാജനകമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ ഒരു അമേരിക്കൻ ഇറാൻ യുദ്ധം അവർ നേരിടാൻ തയ്യാറായിരുന്നു, സജ്ജമായിരുന്നു എന്നുള്ളത് കൂടിയുള്ള ഒരു വാർത്ത നോക്കുന്നു. തീർച്ചയായും നമുക്ക് പശ്ചിമേഷ്യയിലെ യുദ്ധം കൂടി നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്നതിനിടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തി. ഈ യുദ്ധം അമേരിക്ക ജയിച്ചു എന്ന ഇറാൻ തകർന്നടിഞ്ഞെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ വ്യോമസേനയും നാവികസേനയും ഒന്നടങ്കം ഇല്ലാതായതെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ലോകത്തെ കരുത്തുറ്റ സൈന്യം അമേരിക്കയാണ് എന്ന് തെളിഞ്ഞുവെന്ന് അവകാശപ്പെട്ട ട്രംപ് യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് വ്യക്തമാകുന്നില്ല. ഹോർമൂസ് കടലിടുക്ക് ആവശ്യമുള്ള രാജ്യങ്ങൾ ഹോർമൂസ് സംരക്ഷിക്കണമെന്ന് ട്രംപ് പറഞ്ഞു. അല്ലെങ്കിൽ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങണം, അതുമല്ലെങ്കിൽ ഹോർമൂസ് സ്വാഭാവികമായി തുറക്കപ്പെടുമെന്നും ട്രംപ് അറിയിച്ചു. അമേരിക്ക ഒരിക്കലും ഭരണകൂട മാറ്റം ലക്ഷ്യമിട്ടിട്ടില്ല, പക്ഷേ അത് സംഭവിക്കും. ഇറാന്റെ പല സംവിധാനങ്ങളും തരിപ്പണമായി, ആണവ കേന്ദ്രങ്ങൾ തകർത്തു. ഇറാന് ഇനി ഏത് നീക്കം നടത്തിയാലും അമേരിക്ക അറിയുമെന്നും അത് തകർക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ഇനി മിഡിൽ ഈസ്റ്റ് ഭീഷണിയല്ല, ഇറാന്റെ ഭീഷണി ഒഴിഞ്ഞെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ ഇസ്രായേലിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. ഇറാന്റെ ഭാഗത്ത് നിന്ന് മിസൈൽ വിക്ഷേപണം ഉണ്ടായതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. അതേസമയം ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ തടയാൻ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്നും പ്രത്യാക്രമണത്തിനുള്ള നടപടികൾ ആരംഭിച്ചതായും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. ഭീഷണികളെ പ്രതിരോധിക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിരോധ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇറാന്റെ സൈനിക ശക്തി തകർന്നുവെന്ന ട്രംപിന്റെ വാക്കുകൾ പുറത്തു വന്ന മിനിറ്റുകൾക്കുള്ളിലാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ശ്രദ്ധേയം. മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. വൈറ്റ് ഹൌസിൽ നിന്ന് ട്രംപ് തന്റെ 19 മിനിറ്റ് നീണ്ട പ്രസംഗം അവസാനിപ്പിച്ച് വെറും 15 മിനിറ്റിനുള്ളിലാണ് ഇറാന്റെ തിരിച്ചടിയുണ്ടായത്. ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളും മിസൈൽ നിർമ്മാണശാലകളും തകർത്തെന്നും യുദ്ധം ലക്ഷ്യത്തിലേക്ക് എത്തിയെന്നും ട്രംപ് പ്രസംഗത്തിൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ പ്രസ്താവനകളെ വെല്ലുവിളിക്കുന്നതാണ് ഇറാന്റെ പുതിയ നീക്കം. മിസൈൽ മുന്നറിയിപ്പിനെ തുടർന്ന് ഇസ്രായേൽ ഉടനീളം സൈറണുകൾ മുഴങ്ങി. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ IDF നിർദ്ദേശിച്ചു. പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്നും മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശ്രമം തുടരുകയാണെന്നും സൈന്യം അറിയിച്ചു.